ബി.ജെ.പി. പ്രതിനിധി ടി.പി. ജയചന്ദ്രൻ മാസ്റ്ററിലേക്കാണ്. ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണമല്ലോ. ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ചില മേഖലകളിലേക്ക് വലിയ കടന്നുകയറ്റം സർക്കാർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി മേഖലയിലേക്കാണ്. നേരത്തെയും ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് ഒന്ന്. നമുക്കറിയാം, ഈ ആശാസമരമൊക്കെ നടന്നപ്പോൾ അവരെ അപഹസിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കൂ, ഈ ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ, 1000 രൂപയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചുള്ളതാണ്. ഈ 2024 നടപ്പാക്കേണ്ടതായിരുന്നു ഈ ശമ്പള പരിഷ്കരണം. അതിൽ തുടക്കമെങ്കിലും കുറിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ വെറും ഒരു മാസമോ 1.5 മാസമോ മാത്രം അവശേഷിക്കുന്ന ഒരു സർക്കാരാണ് ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നടക്കുന്നത്, ശമ്പള കമ്മീഷനെ നിയമിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണ്, പ്രായോഗികമാണ്? നീലിമ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സംസാരിച്ചതിന് ശേഷം ബഹുമാന്യനായ ഡോക്ടർ വർഗീസ് ജോർജ് സാറ് എന്നെ ശേഷം ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്. അദ്ദേഹം ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ചർച്ച നടത്തേണ്ടത്? സർ, താങ്കളെക്കാൾ വലിയ പ്രായ വ്യത്യാസം എനിക്കില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിരുന്നാലും താങ്കളുടെ വിദ്യാഭ്യാസത്തെയും താങ്കളുടെ പ്രായത്തെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയുന്നത് പോലെയല്ല സർ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കുക. 30 വർഷക്കാലം ഗണിതശാസ്ത്ര അധ്യാപകനായി, രാഷ്ട്രീയ വിദ്യാർത്ഥിയായി, ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി ഈ വേദിയിൽ തന്നെ ഇരിക്കുന്ന പല സാമ്പത്തിക വിദഗ്ധന്മാരുടെയും വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ വായിച്ചു പഠിച്ച അനുഭവമല്ല എന്റെ മുമ്പിലുള്ളത്. മാത്രമല്ല, ഈ ചർച്ച എന്നതിന്റെ തുടക്കം എന്താണ്? ഇലക്ഷൻ സ്റ്റണ്ടാണോ? ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, സർ, ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഞാൻ പഠിച്ച പ്രാഥമികമായ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഇതിനുള്ള വരുമാനം എവിടെയുണ്ട് സർ? 38% പദ്ധതി വിഹിതമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാൻ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ തീരുമാനിച്ചതുള്ളത്. ഇത് എടുത്തു കൊടുക്കാൻ എവിടെയാണ് നിന്നാണ് സർ വരുമാനമുള്ളത് എന്ന എന്റെ ലളിതമായ ചോദ്യത്തിന് താങ്കളൊന്ന് ഉത്തരം നൽകുമോ? മാത്രമല്ല, ഞാൻ ചോദിക്കേണ്ടത്, എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാർക്കും ഐക്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ദീപ്തി മേരി വർഗീസിനും ബാങ്കിൽ നിന്ന് റിട്ടയർ ആദികേശവൻ സാർക്കും താങ്കൾക്കും എല്ലാ കാര്യത്തിലും യോജിക്കാൻ കഴിയുമോ? ഡോക്ടർ മേരി ജോർജ്, സോറി ഡോക്ടർ മേരി വർഗീസ്, അവർക്കും എല്ലാ കാര്യത്തിലും യോജിക്കാൻ സാധിക്കുമോ? സോറി യോജിക്കാൻ സാധിക്കുമോ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ മുൻ ഗവർണറും സാമ്പത്തിക വിദഗ്ധന്മാരും ഒക്കെ പറഞ്ഞ ഏതാനും ദിവസം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകുമെന്നായിരുന്നു. പക്ഷെ ഉണ്ടായത് അതല്ല. ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ കേരളത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് സർ. അന്ന് ഞാൻ കേരളത്തിൽ LDF-കാരുടെ പ്രസംഗം കേട്ടത് ബംഗാൾ ഇന്ത്യയിലെ സ്വർഗമാണ് എന്നായിരുന്നു. ബംഗാൾ വഴി ബീഹാറിൽ 2-2.5 കൊല്ലക്കാലം താമസിച്ചപ്പോൾ ഞാൻ ഈ അടുത്ത് വീണ്ടും അവിടെ പോയി. അന്ന് ഞാൻ കേട്ട എന്റെ ഇടതുപക്ഷ LDF സുഹൃത്തുക്കൾ പറഞ്ഞ ബംഗാളിനെ എനിക്കവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അന്ന് കണ്ട ബംഗാളിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇപ്പോഴത്തെ ബംഗാളും ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ച ബീഹാർ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഗംഗാ സമതലങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ഗംഗാ സമതലങ്ങളിലെ മാറ്റങ്ങളെ കാണാതെയും വിലയിരുത്താതെയും കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, ജനസംഖ്യാ നിയന്ത്രണവും മുന്നേറ്റവും മലയാളികളായ നമ്മൾക്ക് സംബന്ധിച്ച് ഇപ്പം വിഷമം ഉണ്ടാകും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ വികസനം എത്തിയിട്ടില്ലാത്ത നാടുകൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? മുൻഗണന അവർക്ക് കൂടി നൽകേണ്ടതല്ലേ? കേന്ദ്രം കേരളവും തമ്മിലുള്ള പദ്ധതി വിഹിതത്തെക്കുറിച്ചും വിനിമയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, പണ്ട് കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ സഹകരണവും പിന്തുണയുമാണോ കേരളത്തിന് നൽകുന്നത്? 14 അമൃത് ഭാരത് എക്സ്പ്രസുകൾ വന്നപ്പോൾ 4 എണ്ണം കിട്ടിയത് കേരളത്തിനാണ്. പുതിയ വന്ദേ ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ വന്നപ്പോൾ അതിൽ 20 എണ്ണം കിട്ടിയത് കേരളത്തിനാണ്. പണ്ട് കേരളത്തിലെ ദേശീയപാതകൾ സംസ്ഥാന ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടാക്കിയതെങ്കിൽ, സ്ഥലം എടുത്തു കൊടുത്തിരുന്നതെങ്കിൽ 25% പോലും നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞപ്പോ ആ തുകയും തരുന്നത് കേന്ദ്രമാണ്. കേരളത്തിലെ കുടിവെള്ളത്തിന് നൽകുന്നുണ്ട്. അപ്പൊ വരുമാനം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിനും ഇതെടുത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും ദൂരത്തേക്ക് ഒഴിച്ചു കടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, ആദികേശവൻ സാർ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുകയാണ് സർ. രാജ്യത്ത് നിലവിലുള്ള സംവിധാനത്തിൽ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ സാമ്പത്തിക വിദഗ്ധന്മാർ ഒരുമിച്ച് ചേർന്ന് ഗവൺമെന്റിൽ നിന്ന് തിരുത്തിക്കേണ്ടതാണ്. പക്ഷെ രാജ്യത്ത് തുറന്നു വരുന്നത് മാറാൻ കഴിയുമോ? ഞാൻ ആദികേശവൻ സാറോട് എന്റെ ഒരു പരിമിതമായ സംശയം കൂടി ചോദിക്കട്ടെ. സർ,
സംസ്ഥാനങ്ങളുടെ കടവിഹിതം കൂടി കേന്ദ്രത്തിന്റെ കടത്തിൽ പെടുമോ? ഇപ്പൊ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് കേരളത്തിലേക്ക് വന്ന തുക അത് കേരളത്തിന്റെ അക്കൗണ്ടിലാണോ പെടുന്നത്, കേന്ദ്രത്തിന്റെ അക്കൗണ്ടിലാണോ പെടുന്നത്? മാത്രവുമല്ല, കടമെടുക്കുന്നതിന് ഞാൻ എതിരല്ല സർ. പക്ഷെ കടമെടുക്കുന്നത് എന്തായിരിക്കണം? അടുത്ത തലമുറ തിരിച്ചടയ്ക്കേണ്ടതാണ് കടമെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി കൊടുക്കുന്ന കരുതലായിരിക്കേണ്ടേ കടം. ഉൽപാദനപരമായ മേഖലയിൽ അവർക്ക് കൂടി താങ്ങായി മാറേണ്ടേ കടം. ശമ്പളത്തിനും പെൻഷനും കേരളത്തിലെ മന്ത്രിമാർക്ക് വിദേശ ചികിത്സയ്ക്കും യാത്രയ്ക്കും കടമെടുത്ത് ചിലവഴിക്കുന്നതിന് ന്യായീകരിക്കാൻ സാധിക്കുമോ? ഉൽപാദനപരമായ മേഖല ആയിരിക്കേണ്ടേ കടമെടുക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുക്കലിന്റെ മാനദണ്ഡങ്ങൾ ഇതല്ലേ? അവർ ഉൽപാദനപരമായ മേഖലകളല്ലാതെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിനും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില പഠനങ്ങളും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. ഇനി താങ്കൾ പറഞ്ഞ മാതിരി കടമില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ ഗവൺമെന്റിന്റെ മുൻപിലുള്ള ഒരു മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ താങ്കളെപ്പോലെ ഒക്കെയുള്ള സാമ്പത്തിക വിദഗ്ധന്മാര് ദേശീയ തലത്തിൽ തന്നെ അതിനെക്കുറിച്ച് വിദഗ്ധമായി ചർച്ച നടത്തുകയും ഒരു കൺസോർഷ്യം ഒക്കെ രൂപീകരിക്കുകയും അത്തരം ചർച്ചകളിലൂടെ ഉയർന്നു വരുന്നതിന് പകരം നാട്ടിൽ ഉള്ള ഒരു മാനദണ്ഡമല്ലേ ചെയ്യേണ്ടത്? ഇനി എന്നെ നീലിമ ചോദിച്ച ചോദ്യം, ഞാനും അത്രയേ നീലിമ പറഞ്ഞിട്ടുള്ളൂ. ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമുക്കൊന്ന് പോകണം. വളരെ പെട്ടെന്ന്. ഞാൻ ഉന്നയിച്ചതൊരു രാഷ്ട്രീയ ചോദ്യമായിരുന്നു. അല്ല, നിന്റെ ഒരു പട്ടിക ഞാൻ വായിച്ചു. കഴിഞ്ഞ 10 കൊല്ലം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയതും താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റ് ഇന്ന് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനവും 10 കൊല്ലം ചെയ്യാൻ കഴിയാതെ പോയത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർക്ക് പോലും പ്രതീക്ഷയില്ലാത്തപ്പോൾ പച്ച രാഷ്ട്രീയം മാത്രമാണ്. ഇവർക്ക് ആത്മാർത്ഥതയോ ഇവരുടെ പ്രവർത്തനം പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അതുപോലെ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പച്ച രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഓക്കെ.